ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. ഇന്ന് മുതലുള്ള 7 ദിവസത്തെ ഡെയിലി വ്ളോഗും കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നെനിക്കറിയത്തില്ല. നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം എനിക്കൊരു പ്രോപ്പർ റുട്ടീൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ഭാഗമായിരുന്നു എന്നും രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകാന്നുള്ളത്. പക്ഷേ ഈ അടുത്തിടെയായിട്ട് ഞാൻ അതിൽ ഭയങ്കരമായിട്ട് മടി കാണിക്കുന്നുണ്ട്. എഴുന്നേൽക്കുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആവുന്നു, പിന്നെ കംപ്ലീറ്റ്ലി മൂഡ് ഓഫ് ആവുന്നു, പിന്നെ വേറൊന്നും ചെയ്യാനുള്ള മനസ്സ് തോന്നുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ വീണ്ടും മോർണിംഗ് വാക്ക് എൻ്റെ ഒരു റുട്ടീനിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നൊരു സൺഡേ ആണ്. എഴുന്നേറ്റപ്പം ഒരു 9 മണി ആയെങ്കിലും ആ മോർണിംഗ് വാക്ക് ഞാൻ എങ്ങനെയാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു കേട്ടോ. 8 കിലോമീറ്റർ എന്തോ നടന്നു. അപ്പം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആക്ച്വലി 11 മണിയായി, കാരണം എഴുന്നേറ്റപ്പം ലേറ്റായി. പക്ഷേ ഇപ്പം എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ദോശയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. സ്മൂത്തിയൊക്കെ കഴിച്ച് ഞാൻ മടുത്തു. അപ്പോൾ അതിൽ നിന്നൊരു മോചനം വേണമെന്ന് വിചാരിച്ച് ഞാൻ ദോശയാണ് കഴിക്കാൻ പോകുന്നത്. ദോശ ബാറ്ററൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങി കേട്ടോ. ഇവിടെ അതൊക്കെ അവൈലബിൾ ആണ്. കണ്ടില്ലേ, വില്ലേജ് ഇഡ്ഡലി പ്ലസ് ദോശയാണ്. അപ്പം അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നല്ലതാണെന്ന് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് കേട്ടോ റിയലൈസ് ചെയ്തത്. അത് സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ മനസ്സിലായത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്താണെന്നറിയത്തില്ല, അത്യാവശ്യം എനിക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. ഓൾറെഡി ടയേർഡ് ആകുമ്പോൾ നമ്മൾ രാത്രി വന്ന് കിടന്ന് ഉറങ്ങുമല്ലോ. അപ്പം എന്നാണോ നിർത്തിയത്, എഴുന്നേൽക്കുന്നതും ലേറ്റാവും, രാത്രി ഉറങ്ങാനും ലേറ്റാവും, കാര്യങ്ങളൊന്നും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയായി. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും എന്തെങ്കിലും ഒരു ചെറിയ വർക്കൗട്ടെങ്കിലും എൻ്റെ റുട്ടീനിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുന്നത്. One dosha is ready. എനിക്ക് നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ശരി, എനിക്ക് വേണ്ടുന്ന ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം, പിന്നെ കാണാം. അപ്പം ചട്നി സാമ്പാറൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അതിനുള്ള ഒരാവതില്ലാത്തത് കൊണ്ട് ഞാൻ ഇഡ്ഡലി ദോശ ചില്ലി ചട്നി പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതാകുമ്പം പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കുടിക്കാൻ ഞാൻ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസമല്ല, 2-3 ദിവസമായി ചേട്ടൻ പോയിട്ട് വന്നപ്പോൾ കുറേ ഗ്രേപ്സ് കൊണ്ടുവന്നാണ്. ഞാനത് കയ്യോടെ കഴുകി വൃത്തിയാക്കി ഈ ഒരു പാത്രത്തിലിട്ടാക്കി വെച്ചിട്ടോ. അപ്പം ആ സമയത്ത് കഴുകാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പം അപ്പം തന്നെ നമുക്കെടുത്ത് ജ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയോ കഴിക്കാൻ പറ്റും. നല്ല മധുരമാണ് ഓസ്ട്രേലിയൻ ഗ്രേപ്സ്. ഒരുപാടുണ്ടായിരുന്നു, ഒരു 1.5 കിലോയിലും 2 കിലോ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനാ തീർത്തത്. ഇത് ഫുള്ള് നിറഞ്ഞിരിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ കയറി ഇറങ്ങി തിന്ന് തീർത്തു. ഓ ശരി, ഞാൻ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. എനിക്ക് സ്ട്രോ ഒക്കെ ഇട്ട് കുടിക്കാനാണ് ഇഷ്ടം. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിക്കാർ കൊടുത്തതാണ് കേട്ടോ. അപ്പം ഞാനങ്ങ് സ്വന്തമായിട്ട് എടുത്തു. ഇതിൻ്റെ ചുറ്റും അവരുടെ കമ്പനിയുടെ പേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ മാറ്റി എന്തായാലും ഒരു പ്രോപ്പർ ഗ്ലാസ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ സ്മൂത്തിയൊക്കെ കുടിക്കാറ്.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ആ ചട്നി കേട്ടോ. ഞാൻ ഇതിനകത്ത് തന്നെ ആണ് ഓയിലൊക്കെ ഇട്ട് ചെയ്തത്, എണ്ണയൊക്കെ ഇട്ടിട്ട് ചട്നി ആക്കി എടുത്ത് ഇതിനകത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു മെസ്സായിട്ട് കിടക്കുന്നത്. വലിയ ആഡംബരമായിട്ടൊന്നും ഇല്ല. അപ്പോൾ എത്രയേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പോരെ. ടേസ്റ്റ് വൈസ് വലിയ ഗുണമൊന്നുമില്ല, കാരണം എന്തായാലും നമ്മൾ അരച്ച് ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്തായാലും വരത്തില്ല ഇതിന്. ബട്ട് കുഴപ്പമില്ല. അപ്പോൾ ശരി, ഞാൻ കഴിക്കട്ടെ. ഞാൻ സാധാരണ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കാറ്. അപ്പോൾ ശരി, ടാറ്റാ. ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല, കാരണം ആസ് യൂഷ്വൽ ഞാൻ മൈക്ക് കണക്ട് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കുവാണ്. ഞാനിങ്ങനെ പാത്രം അധികം സിങ്കിൽ ഇങ്ങനെ ഇട്ട് വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമല്ല, എന്തോ പോലെ തോന്നും കേട്ടോ. അപ്പോൾ അപ്പം വരുന്ന പാത്രങ്ങൾ അപ്പം കഴുകി വെക്കാൻ ഞാൻ നോക്കും. എന്നിട്ട് ആ കിച്ചണും കൂടെ ഒരു പരിധി വരെ അങ്ങ് ക്ലീൻ ചെയ്തങ്ങ് വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ കുളിക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ ഞാൻ ആ കാർപ്പറ്റൊക്കെ നോക്കിയപ്പോൾ നല്ല പൊടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വാക്യൂം കൂടെ ചെയ്തിട്ട് കുളിക്കാൻ പോകാമെന്ന്. എല്ലാ സ്ഥലത്തും ഒന്നും ചെയ്യുന്നില്ല, ആകപ്പാടെ ആ കാണുന്ന ലിവിങ് ഏരിയയും ബെഡ്റൂമും മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എനിക്കതിനേക്കോണം എനർജി ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഈ ഡ്രൈയിങ് സ്റ്റാൻഡ് എടുത്ത് അകത്ത് വെക്കും കേട്ടോ. കാരണം തണുപ്പായതുകൊണ്ട് നല്ല മഞ്ഞ് വീഴുമല്ലോ, അപ്പോൾ പിന്നെ ഉണക്കാനിട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് വൈകുന്നേരം ഞാനിതെടുത്ത് അകത്ത് വെക്കും, രാവിലെ ആകുമ്പം ഇതെടുത്ത് പുറത്തും വെക്കും. വാക്യൂം ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാറുണ്ട്. ഇവിടെ പൊടി പെട്ടെന്നാണ് കയറുന്നത്. ഇപ്പോൾ ഈ സമയത്ത് തുടച്ചിടുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ വീണ്ടും പൊടി കാണും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാരണം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് നല്ലൊരു ബിസി റോഡിൻ്റെ തൊട്ടടുത്താണേ. അങ്ങനെ ലിവിങ് റൂമും കിച്ചൺ ഏരിയയും ഞാനങ്ങ് വാക്യൂം ചെയ്തിട്ടോ. പിന്നെ ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് കയറി. അങ്ങനെ ബെഡ്റൂമും കഴിഞ്ഞു. ഈ സമയത്തൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ എൻ്റെ മൈക്ക് കണക്റ്റഡ് അല്ലായിരുന്നു എന്നുള്ളത്. വീക്കെൻഡ്സ് ആയിക്കഴിഞ്ഞാൽ പുറത്ത് പോകണം, അല്ല പിന്നെ എങ്ങനെ പോകാനാ? ഇതല്ലേ അവസ്ഥ. മഴയാണ് കേട്ടോ. ഈ വീക്കെൻഡിലും മഴയായിരുന്നു, കഴിഞ്ഞ വീക്കെൻഡിലും മഴയായിരുന്നു. അങ്ങനെ 2 ആഴ്ചയാണ് അടുപ്പിച്ച് വീട്ടിൽ തന്നെ ഇരുന്നത്. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇവിടുത്തെ മഴ എപ്പോഴും വീക്കെൻഡ്സിലാണേ വരാറുള്ളത്. വീക്ക് ഡേയിൽ നല്ല സണ്ണി ആയിരിക്കും. ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് മൈക്ക് കണക്ട് ചെയ്യാതെയായിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? എന്തൊക്കെയോ ഞാൻ സംസാരിച്ചായിരുന്നു കേട്ടോ, ഒന്നും വന്നില്ല. അപ്പോൾ ശരി, ഞാൻ കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിച്ച് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന്. കാരണം ലഞ്ച് കഴിക്കാനുള്ള ഒരു മൂഡില്ല, സ്നാക്സ് കഴിക്കാനുള്ള മൂഡാണിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ സ്നാക്സ് കഴിക്കാൻ പോവാണ്. മിസ്റ്റർ കിപ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ടാർട്ട്സ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇരിക്കും ഒരു കപ്പ് പോലെ. ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ കഴിക്കുന്നത് ലെമണിൻ്റെ ആണ്, ലെമൺ ഫ്ലേവറാണ്. സ്ട്രോബെറി ഉണ്ട്, ലെമണും ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ലെമണാണ് ഇഷ്ടപ്പെട്ടത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ജാമും ഉണ്ട്. ഇതൊക്കെ ക്രീമാണേ. കൊള്ളാം.
ഒരെണ്ണത്തിനകത്ത് 6 ടാർട്ടാണ് വരുന്നത്. അപ്പം സമയം 1:43 ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും ഇപ്പം എന്തെങ്കിലുമൊക്കെ കോഴ്സസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ രാവിലെ ചെയ്യും. കുളിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലീനിങ്ങും അതും ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ. വീഡിയോ എഡിറ്റിങ്ങും കോഴ്സസ് പഠിക്കുക, ജോബ് അപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ. ചിലപ്പം ഭയങ്കര മടിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നത്തില്ലായിരിക്കും. ആ സമയത്ത് ഞാൻ വെറുതെ അവിടെ കട്ടിലിൽ കിടന്ന് ഉറങ്ങും. ഞാനിവിടെ മാത്രം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ഞാൻ ചിലപ്പം അവിടെ തറയിലൊക്കെ പോയിരിക്കും, അല്ലെങ്കിൽ കിടന്ന് വർക്ക് ചെയ്യും. ഡിപ്പെൻസ്. ഇതിപ്പം ഒരു മൂഡുണ്ടായതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാനില്ലേ, നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കോഴ്സ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കിടന്ന കോഴ്സ് നോക്കാം എന്ന് വിചാരിച്ച് ഞാനൊന്ന് പോയി കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോൾ എഴുന്നേറ്റപ്പം 5:30 കേട്ടോ. എന്താ പറയുക, അത് ഉറങ്ങിപ്പോയി. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ബോഡി പെയിനും ഒക്കെയാണ്. കാരണം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് വാക്കിങ്ങിന് പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബോഡി പെയിനൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിവേസ്, ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ലേറ്റായി, 2 ഞങ്ങൾ കുറച്ച് നാളായിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാനുള്ള ഒരു ക്രേവിങ്സിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ അത് ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ കേരള തട്ടുകട എന്നൊരു കടയുണ്ട് കേട്ടോ. അവിടുത്തെ പൊറോട്ടയും ചിക്കനുമാണ് ഞങ്ങൾ യൂഷ്വലി വാങ്ങാറുള്ളത്. അവിടുത്തെ നല്ല ടേസ്റ്റാണ്, പക്ഷെ നല്ല ദൂരമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് അടുത്തുള്ള ഒരു കട അവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നെക്സ്റ്റ് ടൈം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ക്രേവിങ്സ് വരുമ്പം ഈ ദൂരം കൊണ്ട് അത് ക്യാൻസൽ ചെയ്യേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു കടയിൽ നിന്ന് ഇപ്രാവശ്യം ട്രൈ ചെയ്യാൻ പോവാണ്. എൻ്റെ ഹസ്ബൻഡ് അത് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ കുറച്ച് മുന്നേ വിളിച്ചായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി ഡയറക്റ്റ് കേരള തട്ടുകടയുടെ അടുത്ത് വേറൊരു കടയുണ്ട് കേട്ടോ, ബ്ലൂ മൂൺ കഫേ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അവിടുത്തെ ചിക്കൻ കറി ഐ ഗെസ് കേരള തട്ടുകടേനേക്കാളും ടേസ്റ്റാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ തീർന്നു പോയെന്ന്. സോ ഞങ്ങൾ കേരള തട്ടുകടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി വെയിറ്റ് ചെയ്ത് പൊറോട്ടയും ചിക്കനും എത്തിയിരിക്കുന്നു. 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ സൂപ്പർ ഹീറോ. അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും ഇവിടെ വന്നിരിക്കുകയാണ്. ഐ ആം സോ ഹാപ്പി. കേരള തട്ടുകടയിൽ തന്നെയല്ലേ? മൈ ഗോഡ്, ചിക്കൻ കറി കുറവാന്ന് തോന്നുന്നു. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേ. ചിക്കൻ കറിക്ക് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, പക്ഷെ കുഴപ്പമില്ല. പൊറോട്ട ഇസ് ടേസ്റ്റി. അപ്പോൾ ശരി, ഞാൻ കഴിക്കട്ടെ. സമയം 8:58 കേട്ടോ. അപ്പം പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷെ ഒരു
വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത്ര ചിക്കൻ കറി ശരിയായില്ല, കുറച്ച് ഉപ്പൊക്കെ കൂടിപ്പോയി. എനിക്കൊന്ന് ബ്ലൂ മൂൺ കഫേയുടെ ചിക്കൻ കറിയാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. അതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇടും കേട്ടോ, പക്ഷേ ഇതിൽ അത്ര ഇല്ലായിരുന്നു. ബട്ട് പൊറോട്ട നൈസായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം, കാരണം ഒന്നും തന്നെ ഞാൻ ചെയ്തില്ല. ഒരു മടി പിടിച്ച സൺഡേ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ സ്ലോലി ഒരു പ്രോപ്പർ റുട്ടീൻ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പം ഇന്ന് മുതൽ 7 ദിവസത്തെ വ്ളോഗും ഞാൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. എനിക്കറിയത്തില്ല, ഞാൻ പാതി വഴിക്ക് വെച്ച് നിർത്തിയിട്ട് പോകുന്നുള്ളത്. ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും കൂടി. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ 1-2 വീഡിയോ ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് മാത്രമേ എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൂ കേട്ടോ. എനിവേസ്, ഇനി കുറച്ച് വീഡിയോസൊക്കെ കാണുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. സീ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. അപ്പം ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Ta-da!